തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് മുതൽ വിവാദങ്ങൾ നീണ്ടുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇന്ന് വിധിയെഴുതാൻ പോവുകയാണ്. 1,94,706 വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്നു. 184 പോളിംഗ് ബൂത്തുകൾ സജ്ജമാണ്. അവിടെ ക്രമീകരണങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. മോക്ക് പോളിംഗ് തുടങ്ങാൻ പോകുന്നു. 10 സ്ഥാനാർത്ഥികൾ നേരത്തെ പറഞ്ഞ പോലെ ജനവിധി തേടുകയാണ്. 3 പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കാൻ പോകുന്നു. മോക്ക് പോളിംഗിന്റെ നടപടിക്രമങ്ങളാണ് വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഉള്ളത്. നമുക്കപ്പോൾ അക്ഷയ വി കെ, എസ് രാഗിനൊപ്പം മാധു സജി, നമ്മുടെ നീണ്ട റിപ്പോർട്ടർമാരുടെ നിര തന്നെയുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ആദ്യം അക്ഷയയിലേക്കാണ്. അക്ഷയുള്ളത് LDF സ്ഥാനാർത്ഥിക്കൊപ്പമാണെന്ന് തോന്നുന്നു. രാവിലെ നമുക്ക് ഈ സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകളും അവരുടെ വിലയിരുത്തലുകളും ഒക്കെ ഒന്ന് അറിയാം അല്ലേ? അവരുടെ കൗതുകം ഉണ്ടല്ലോ. ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വോട്ടർമാരെക്കാൾ കൂടുതൽ വലിയ ആകാംക്ഷ സ്ഥാനാർത്ഥികൾക്കാണ്. ആദ്യം LDF സ്ഥാനാർത്ഥിയിലേക്ക്. അക്ഷയ്ക്കൊപ്പം LDF സ്ഥാനാർത്ഥിയുണ്ട്, പി സരിനുണ്ട്. സരിൻ, രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? തീർച്ചയായിട്ടും രതീഷ്, സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏതായാലും കാത്തിരുന്ന തെരഞ്ഞെടുപ്പാണ്. കാത്തിരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എനിക്കൊപ്പം LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. അദ്ദേഹം മേപ്പറമ്പ് പള്ളി സന്ദർശിക്കുകയാണ്. ഇന്നും തിരക്കിട്ട ഷെഡ്യൂൾ തന്നെയാണ്, ഓടി നടക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഡോക്ടറെ, ഉഷാറല്ലേ? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പ്രഭാതം, അത് പലതിൻ്റെയും തുടക്കമാണ് എന്നുള്ളത്. 7 മണിക്ക് തുടങ്ങുന്ന വോട്ടെടുപ്പിന് രാവിലെ എഴുന്നേറ്റ് തന്നെ അവരവരുടെ ചിട്ടവട്ടങ്ങളിലേക്ക് കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരെയൊക്കെ കാണാൻ ഞാനിപ്പോൾ 2 പോയിന്റുകളിൽ പോയ ശേഷമാണ് ചായ കുടിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് നിർബന്ധത്തിൽ തന്നെ ഇവിടെ മേപ്പറമ്പിലേക്ക് വന്നത്. നിസ്കരിച്ച് വരുന്ന മനുഷ്യരെ കാണുമ്പോൾ, അവരുടെ സ്നേഹം കൊണ്ടുള്ള ഹസ്തദാനം ലഭിക്കുമ്പോൾ, അവരുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോഴൊക്കെ വലിയ പ്രതീക്ഷയാണ്. ഞാനതാ പറഞ്ഞത്, ഒരു പുതിയ പ്രഭാതമാണ്. പാലക്കാടിൻ്റെ ഒരു പുതിയ തുടക്കമായിരിക്കും ഇന്ന്. ജനങ്ങൾ വരി നിന്ന് വോട്ട് ചെയ്ത് ഒരാളെ അവർ തിരഞ്ഞെടുക്കും. പാലക്കാട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച നാൾ മുതൽ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ഡോക്ടറുടെ പ്രതീക്ഷ, ഈ തെരഞ്ഞെടുപ്പ് ഏത് തരത്തിൽ വിധി എഴുതാൻ പോകുന്നു എന്നാണ് ഡോക്ടർ? ജനങ്ങൾ ഏകപക്ഷീയമായ വിജയം അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് നൽകും. കേരളത്തിൻ്റെ മുൻകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ജനങ്ങളിലേക്ക് ഒരു പ്രചരണത്തിൻ്റെ സത്യത്തെ എത്തിക്കാൻ, ശരികളെ എത്തിക്കാൻ, ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യഥാർത്ഥ വിഷയങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഒക്കെ സാധിച്ചു ഇടതുപക്ഷത്തിന് എന്നാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കരുതുന്നത്. ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ വോട്ടിൻ്റെ വില അവർക്ക് ഒന്നുകൂടി അറിയേണ്ടി വരുന്നത് എന്നവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് അറിയിക്കാൻ തന്നെയാണ് വോട്ടർമാരുടെ തീരുമാനം. എന്താണ് ഒരു പൗരൻ്റെ ഒരു വോട്ടിൻ്റെ വില എന്ന് അറിയിക്കേണ്ടവരെ മുഴുവൻ അവരിന്ന് അറിയിക്കും. ഇനി മണപ്പുള്ളിക്കാവ് ക്ഷേത്ര സന്ദർശനമുണ്ട്. എപ്പോഴാണ് വോട്ട് ചെയ്യുക? ഇന്നത്തെ ഒരു ഷെഡ്യൂൾ വോട്ട് ചെയ്യും. അതിരാവിലെ തന്നെ വരി നിന്ന് വോട്ട് ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം. 180 ബൂത്തുകളിലും എത്തണമെന്നുള്ള നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇവിടെ അവസാന വോട്ട് ചോദിക്കലാണ്. ഒരാളോട് പോലും ഞാൻ വോട്ട് ചോദിച്ചില്ല. അല്ല, നേരിട്ട് കാണൽ ഒരു വോട്ട് ചോദിക്കൽ തന്നെയാണല്ലോ. അല്ല, അപ്പോൾ എല്ലാ വോട്ടും ഉറപ്പിക്കാനായിട്ടുണ്ടോ? അങ്ങനെയല്ല. ഇത് ഗുഡ് മോർണിംഗ് വിഷയലാണ്. ഒരു ദിനം തുടങ്ങുകയല്ലേ, ആ മുഖത്തെ പുഞ്ചിരിയൊക്കെ നമുക്ക് കിട്ടുന്നത് വലിയ പോസിറ്റീവ് സാധനം. ഗുഡ് മോർണിംഗിനപ്പുറം ഒരു വാക്ക് പോലും ഒരാളോട് പോലും പറഞ്ഞതായിട്ട് മനസ്സിലാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വോട്ട് ചോദിക്കുകയല്ല, ജനങ്ങളുടെ മനസ്സിലാക്കി ഇവരൊക്കെ എപ്പോഴും തീരുമാനിച്ചു കഴിഞ്ഞു. ദിവസങ്ങൾക്ക് മുന്നേ സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ തീരുമാനമെടുത്ത മനുഷ്യരാണ്. അവരെ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. രാവിലെ പോയിട്ട് എനിക്ക് വോട്ട് തരൂ എന്ന് പറഞ്ഞാൽ ഒരാളും തരില്ല, ഒരിക്കലുമില്ല. പാലക്കാടൻ ജനതയ്ക്ക് ഇത്തവണ ഒരു ചാഞ്ചാട്ടവും ഉണ്ടാവില്ല, ഒരു കുലുക്കവും ഉണ്ടാവില്ല. അവർക്ക് കൃത്യമായി സത്യമായി ഒരാളെ തിരഞ്ഞെടുക്കണം. സത്യവും അസത്യവും തമ്മിലുള്ള, ശരിയും തെറ്റും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു പക്ഷത്ത് നിൽക്കാനേ ഒരു ജനതയ്ക്ക് കഴിയൂ. അത് ജനാധിപത്യത്തിൽ, മതേതരത്വത്തിൽ കൃത്യമായ നിലപാടുകളുള്ള മനുഷ്യരാണ്.